നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് ലെമൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നമ്മൾ ലെമൺ പ്ലക്കിങ്ങിന് പോയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് കുറേ ലെമൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആർക്കും അങ്ങനെ കൊണ്ട് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കിത് ഉണക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് വെക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ആ ലെമണെല്ലാം പറിച്ച ലെമണൊക്കെ നിങ്ങളെ കാണിക്കാം ഇവിടെ. എന്നിട്ട് അത് ഓരോരോ ബാച്ചായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് ഞാനിവിടെ ഉണക്കിയിരിക്കുന്നതെന്നും കാണിക്കാം. പിന്നെ എൻ്റെ വീടും ഇവിടെ അടുത്തുള്ള കുറച്ച് പരിസരമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ നമുക്കൊരു നല്ല ഭംഗിയുള്ളൊരു തടാകമുണ്ട്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഈ സമയത്ത് ആക്ച്വലി ഒരുപാട് പേര് ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ വരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെയും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇങ്ങോട്ടൊന്നും ആരും കാണാൻ കൂടെ ഇല്ല, വല്ലപ്പോഴും ഒരാൾ പോയാലായി. അപ്പോൾ ഇതാണ് ഞാൻ പ്ലക്ക് ചെയ്തിട്ടുള്ള ലെമൺ. കുറേ ഉണ്ട് കേട്ടോ, കുറേ ലെമൺ ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് ചെറുതല്ല, ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലെമണാണ്. നമുക്കിത് ഓരോരോ ബാച്ചസായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നേരിട്ട് മരത്തിൽ നിന്ന് പറിച്ചത് തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് നല്ല പോലെ ഓരോന്നൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമൺ എടുത്ത് ഓരോന്നും നല്ലതുപോലെ സസൂക്ഷ്മം വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ കുറച്ച് ബൗൾസ് ഓൾറെഡി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ ഓരോന്നും കട്ട് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഞാനൊരു ലെമൺ, ഇത് വലിയ ലെമണാണ് ഞാൻ പറഞ്ഞ പോലെ, അതിനെ ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഓരോ പീസിനെ വീണ്ടും ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഒരു ലെമൺ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ പീസ് ഞാൻ വീണ്ടും 4ആയിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിനാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ, ചെറുതാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്കൊരു 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ഓരോ പീസിനെയും നമുക്ക് 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബാച്ചസായിട്ട് എപ്പോഴെങ്കിലും ലെമൺ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ കുറച്ചൊന്ന് ഉണങ്ങി വെച്ച് നോക്കണം. ഇത് ഉണങ്ങിയിട്ട് ഞാനാണെങ്കിൽ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ച് അച്ചാറിട്ട് തരാമെന്ന് ചോദിച്ചപ്പം ആദ്യം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ ആ മരത്തിൽ നിന്ന് പറിച്ചിട്ട് ഇത്തിരി അച്ചാറിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഉണങ്ങിയിട്ട് വളരെ ടേസ്റ്റിയാണ്, ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു അല്ലി ഉണ്ടെങ്കിൽ, ഒരല്ലി അച്ചാറുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ നാരങ്ങയുടെ ഉണങ്ങിയിട്ടുള്ള അച്ചാറിന്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. എനിക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടോളൂ കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ലെമൺ പിക്കിങ്ങിന് പോയിട്ടുള്ള നമ്മൾ ഗാർഡനിൽ നിന്ന് ലെമൺ പിക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ അതൊന്ന് പോയി കണ്ടോളൂ. കുറേ നാരങ്ങയുണ്ട്, വളരെ നല്ല ഭംഗിയാണത് കാണാനും. ഇപ്പം ഞാനൊരു ബൗളിൻ്റെ പാതി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ ബൗൾ ഫുള്ളായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉപ്പ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഞാനിത് ഇന്ന് തന്നെ അത് ഉണക്കാൻ വെക്കുന്നില്ല കേട്ടോ. ഇത് ഇതേപോലെ തന്നെ ഓരോരോ ബൗളിലേക്ക് ഞാൻ ഇട്ടിട്ട് ഉപ്പിട്ട് ഒരു നൈറ്റ് ഫുള്ള് വെക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ ഒരു നൈറ്റ് ഫുള്ള് വെച്ചിട്ട്, കാര്യം അന്ന് ഞാൻ നോക്കിയപ്പോൾ ഈവനിങ് വെയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നാളെ വെച്ചേക്കെ, ഇതിപ്പോൾ തൽക്കാലം ഉപ്പിട്ട് ഇവിടെ തന്നെ വീട്ടിലിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒന്ന് അതൊരു ട്രെയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ എത്ര ജ്യൂസ് അതിൽ നിന്ന് വന്നേന്നറിയോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ബാച്ചസായിട്ട് ഓരോരോ ബൗളിലിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ജ്യൂസ് നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. ഞാൻ ഏകദേശം ഒരു പാതിയോളം കട്ട് ചെയ്തു. ഇനി ഒരു ബാക്കി പാതിയും കൂടെ കട്ട് ചെയ്യാനുണ്ട്. കുറച്ച് പാടാണ്, കുറച്ചല്ല നല്ല പാടാണ്, പക്ഷേ ഇത് നല്ല ഫണ്ണാണ് കേട്ടോ. ഒരു ലോക്ക്ഡൗൺ പരിപാടി എന്ന് പറയാൻ പറ്റും ഇത്. കുറച്ചായിട്ട് കട്ട് ചെയ്ത് ഇട്ട് അങ്ങനെ കുറേ നേരം കൊണ്ട് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. കുറേ ടൈം എടുത്ത് കട്ട് ചെയ്യാനായിട്ട്. ബട്ട് ഓരോ നാരങ്ങയും അതിൽ ജ്യൂസ്, ഒരുപാട് ജ്യൂസ് വരുന്നുണ്ട് കേട്ടോ ഓരോ നാരങ്ങയിൽ നിന്നും.
കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എത്ര നേരം വേണേലും ഇത് നോക്കിയിട്ടിരിക്കാൻ പറ്റും. ഞാൻ ഈ നാരങ്ങയൊക്കെ പറിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് കുറേ നേരം അത് നോക്കിയിരുന്നു. വിഷുവൊക്കെ ആയ സമയത്ത് കണിക്കൊന്നൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ മഞ്ഞ കളറൊക്കെ നോക്കിയിട്ടിരുന്നത്. ഇപ്പം നമ്മുടെ ബാച്ച് ഫുള്ള് റെഡി ആയി കഴിഞ്ഞു. ഇപ്പം ഇതാണ് നമ്മുടെ വീട്. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ കാലിഫോർണിയയിലാണ് കേട്ടോ, US കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്ത് ഫോസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള വ്യൂ ആണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്, ഇവിടെ എത്ര ആൾക്കാർ ഇവിടെ ബോട്ടിങ്ങിന് വരുമെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ മുന്നിലൊരു ബെഞ്ചുണ്ട്, ഞാൻ അവിടെയാണ് ഇത് ഉണക്കാനിടുന്നത്. അപ്പോൾ ഞാനൊരു സ്ട്രെയിനർ വെച്ചിട്ട് കുറച്ചായിട്ട് അതിൽ നിന്ന് ജ്യൂസ് മാറ്റുകയാണ്. അത് ഒരു ബൗളിൻ്റെ പാതി മാത്രമേ ഞാനിപ്പോൾ എടുത്തുള്ളൂ. നോക്ക് എത്ര ജ്യൂസാണ് അതിൽ നിന്ന് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ആ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ലെമൺ ഒരു ട്രേയിലേക്ക് ഇപ്പോൾ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അത് കഴിഞ്ഞ് നമുക്കെല്ലാം ഒരുമിച്ചാണ് ഉണക്കാൻ ഇടുന്നത്. ഇനി അതേപോലെ തന്നെ ഓരോരോ ബൗളിൽ നിന്നും കുറച്ചായിട്ട് എടുത്ത് അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് നാരങ്ങ ട്രേയിലേക്ക് മാറ്റിയിടാം. ഈ ജ്യൂസ് ഉപ്പും കൂടെ ഉള്ളതായതുകൊണ്ട് ലെമൺ ജ്യൂസ് നമുക്കിപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യാനോ എന്തിനു വേണമെങ്കിലും കുറേ നാൾ നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരിക്കും. ഞാൻ കഴിഞ്ഞ തവണ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഈ ജ്യൂസ് കുറേ വന്നപ്പോൾ ഐസ് ട്രേ ഇല്ലേ, നമ്മുടെ ഐസ് ട്രേയിൽ കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് ഞാനത് കുറേ ഫ്രീസ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എത്ര നാൾ വേണേലും അതിരിക്കും. അപ്പോൾ ഓരോരോ ഐസ് ക്യൂബ്സ് എടുത്ത് നമ്മൾ മാരിനേഷനൊക്കെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ക്ലീനിങ്ങിലായാലും നമ്മൾ ഓരോരോ ഫിഷ് കട്ട് ചെയ്താലും ചിക്കൻ കട്ട് ചെയ്താലൊക്കെ ക്ലീനിങ്ങിനൊക്കെ നമ്മൾ ലെമൺ ജ്യൂസ് എടുക്കാറില്ലേ, അപ്പോൾ അതിനും ഈ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ കുറേ ജ്യൂസ് ആയിക്കഴിഞ്ഞു. ഈ ബൗളിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഞാനൊരു 3/4 ഭാഗത്തോളം ഇതിൻ്റെ നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഇത്രയും വന്നിട്ടുണ്ട്. ഈ ജ്യൂസ് എനിക്ക് കുറേ നാൾ നിൽക്കും. ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടെ ഉള്ളൂ. അതുകൂടെ നമുക്ക് ഇതേമാതിരി ഒരു സ്ട്രെയിനറിലേക്ക് തന്നെ ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസ് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഈ നാരങ്ങയൊക്കെ ട്രേയിലേക്കും ബൗളിലേക്കുമായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അത്രയും നാരങ്ങ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഓവർനൈറ്റ് വെച്ചപ്പോൾ ഇത്രയും ജ്യൂസാണ് കേട്ടോ കിട്ടിയത്. ഇനി ആ ബെഞ്ചിൽ ഞാനൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ജ്യൂസ് എടുത്തിട്ട് ബാക്കി മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങയെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾ ചെറിയ ബാച്ചായിട്ട് എപ്പോഴെങ്കിലും ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലുള്ളത് ഉണങ്ങി കിട്ടില്ല. നമ്മൾ നല്ലോണം ഉണങ്ങി എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് നല്ലതുപോലെ ഉണങ്ങില്ല, പിന്നെ അത് ഫംഗസ് ആയിപ്പോവും. അപ്പോൾ നല്ലപോലെ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് വെയിൽ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിലാണ് ഇതൊന്ന് ഉണക്കാനായിട്ട് ഇടേണ്ടത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 നാരങ്ങ ഉള്ളെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലൊന്ന് ഉണക്കി നോക്കണം. എന്നിട്ട് കുറച്ച് അച്ചാറും ഇട്ട് നോക്കണം. ഇത് ചെയ്യേണ്ട ഒരു സംഭവമാണ്, ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ആ നാരങ്ങ മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറേ നേരം ഇവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവിടെ അത്ര ഭംഗിയാണ്. ഇവിടെ കുറേ ഡക്കും ഗൂസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇത് ബെഞ്ചിലായതുകൊണ്ട് നിങ്ങളൊന്നും വന്ന് ശല്യം ചെയ്യില്ല കേട്ടോ. പാവം അവരവരുടെ പാട്ടിന് പോയിക്കോളും. ആ നാരങ്ങ അവിടെ തന്നെ ഇരുന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ എനിക്കിപ്പം ഡൈനിങ് റൂമിൽ നിന്ന് ഇപ്പോൾ നോക്കുന്നത് കൊണ്ട് എനിക്കത് കാണാൻ പറ്റും, അവിടെ നാരങ്ങ കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും വരികയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെന്നിട്ട് അതെടുക്കാതെ നോക്കാനൊക്കെ പറ്റും. പിന്നെ എപ്പോഴും നമ്മുടെ കണ്ണെത്തും. ഇപ്പോൾ വെയിലൊക്കെ ആണെങ്കിലും ഒന്ന് കുറയുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റി വയ്ക്കാൻ പറ്റും. ഇത് ഏകദേശം ഒരു 12 ദിവസത്തെ വെയിൽ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത്ര ബാച്ചസ് ആയിട്ട് നമ്മൾ ചെയ്ത് അത്രയും നാരങ്ങ ഇട്ടിട്ട് ഈ 2 ട്രേയിലേക്കുള്ള നാരങ്ങയാണ് ഉണങ്ങി കിട്ടിയത്. വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. എങ്കിൽ തന്നെ അത് വേസ്റ്റ് ആയിട്ടില്ല. ഞാനിതെല്ലാം അച്ചാറിടും, ഒരു ഡൗട്ടും ഇല്ല. ഞാൻ അച്ചാറിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ.
ഇത് നമ്മുടെ കുടംപുളി പോലൊക്കെ ആയിട്ടുണ്ട്, നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ലെമൺ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.